നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ? നമ്മൾ ബസ്സിലാണേ പോകുന്നത്. ഇവിടെ നല്ല മഴയായതിനാൽ ബസ്സിലൊന്നും ആരുമില്ല കേട്ടോ. ഞാനിപ്പം കുന്നമംഗലം സ്റ്റാൻഡിലാണുള്ളത് കേട്ടോ. ഞാൻ നരിക്കുനി ബസ്സിന് കാത്തുക്കുകയാണ്. ഞാനിപ്പോൾ നരിക്കുനി സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലാണ് കേട്ടോ ഉള്ളത്. ഇത് മടവൂർ പാലസ്, ഒരു വലിയൊരു ഹോളാണ്. ഇതിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ കല്യാണം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കാണ്. നല്ലൊരു അടിപൊളി ഹോളാണ് കേട്ടോ. പുറത്ത് നല്ല വ്യൂ ആണ് ഇത് കാണാൻ. മൊത്തമായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പം നരിക്കുനി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. നമ്മളെ ബസ്സിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. നമുക്ക് കയറാനുള്ള ബസ് വന്നിട്ടുണ്ട് കേട്ടോ. പാലങ്ങാട്ടേക്കാട്ടോ പോകുന്ന, നീലെ പാലങ്ങാട്. ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ്, മഴ ഇല്ല. രാവിലെ നല്ല മഴയായിരുന്നു. എൻ്റെ കൂടെ എൻ്റെ ചേച്ചീൻ്റെ മകനാണ് ഉള്ളത്. അവൻ അവൻ്റെ ഫ്രണ്ട്സിനോട് ഫോണിൽ കത്തിയടിക്കുകയാണ്. എനിക്ക് സംസാരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വായൻ്റെ പ്രശ്നം ഞാൻ കടലൊക്കെ കഴിച്ച് തീർക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എലൈറ്റിൽ വട്ടോളം എത്തിയിട്ടോ. അവിടെ ബസ് സ്റ്റാൻഡാണ്. ഇവിടെ ബസ് നിർത്തിയതാണ് കേട്ടോ. ഇത് കുറച്ചു നേരം ബ്രേക്കാണെന്ന് തോന്നുന്നു. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അവിടെ അവർ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ് കേട്ടോ. ഡ്രൈവറും കണ്ടക്ടറൂടെ അവിടേക്ക് ആ ഹോട്ടലിൽ പോയിട്ട്, ആ കൂൾബാറിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയതാണ്. അവിടെ കണ്ടപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. അമ്പലത്തിലേക്കല്ല പോകുന്നതെന്നൊക്കെ ഇവൻ ചോദിക്കുന്നത്. എനിക്കാണെങ്കിൽ പുറത്തു പോയ ഈ ഹോട്ടൽ കണ്ട അന്നേരം വിശപ്പാണ്. പക്ഷെ ഇവൻ സമ്മതിക്കുന്നില്ല. ആണ് പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം, പാലങ്ങാട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ആദ്യമായിട്ട് പോയത് കേട്ടോ. നല്ലൊരു അമ്പലമാണ്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവം എന്നൊക്കെ പറയില്ല, ആ ഒരു ഇതിലുള്ളൊരു ദൈവമാണ് കേട്ടോ ഇത്. എൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ഇവിടുന്നാണ് റെഡി ആയിട്ടുള്ളത്. എല്ലാ മതസ്ഥർക്കും ഇവിടേക്ക് വരാവുന്നതാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ. ഇതിനടുത്ത് അധികം കടകളൊന്നുമില്ല കേട്ടോ. ഒരു ഉൾഗ്രാമം പോലുള്ളൊരു സ്ഥലമാണ്. നമുക്കൊന്നങ്ങോട്ട് പോയി നോക്കാം. വീഡിയോ ഒന്നും ഇവിടെ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് നന്നായി ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വീഡിയോ അലൗഡ് അല്ലാന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ചീത്തയേക്കും ചിലപ്പം. ഞാനതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുക്കാം. ഇവിടെ നാഗകാളി, ഗുളികൻ, വലിയ ഭഗവതി, കരിയാത്തൻ, നാഗം, ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ പ്രതീക്ഷിത. നമ്മളെ കാര്യങ്ങളൊക്കെ വെളിച്ചപ്പാടുണ്ട് കേട്ടോ. 4 പേർക്കൂടെ വെളിച്ചപ്പാട് ഉണ്ടായിട്ട് അവർ നമ്മളെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്യുക കേട്ടോ. ബാധ ഒഴിപ്പിക്കൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടതാണ് കേട്ടോ. അന്നദാന മണ്ഡപത്തിലേക്കുള്ള വഴിയാണ്. വെളിച്ചപ്പാടിനോട് നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമ്മളൊന്നും അങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ മുന്നോട്ട് നമ്മളെ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളൊക്കെ അവർ നമുക്ക് മുന്നോട്ട് പറഞ്ഞു തരികയാണ് ചെയ്യുക. എന്തോ 20 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ ടിക്കറ്റിന് പൈസ ഉള്ളൂ. അതല്ലാതെ വേറെ ചിലവൊന്നുമില്ല കേട്ടോ. ഒരൊറ്റ പൈസ നമുക്ക് ചിലവില്ല കേട്ടോ. ഇത് വെളിച്ചപ്പാടിന് നമ്മൾ ദക്ഷിണ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊരു സമാധാനത്തിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളൂ. അല്ലാതെ അവർ ചോദിച്ചിട്ട് ഇത്ര പൈസ വാങ്ങുക അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല കേട്ടോ. ഇന്നിവിടെ ഇവർക്ക് ആരോ മരിച്ചിട്ട് ഇന്നിവിടെ വെളിച്ചപ്പാടില്ല കേട്ടോ. ഇന്ന് തൊഴുതു പോവാന്നുള്ളൂ. ഇത് അന്നദാന മണ്ഡപമാണ് കേട്ടോ. ഇതൊരു അറബി പണിതതാണെന്നാണ് പറയുന്നത്. ആ അറബീൻ്റെ ഒരു കാര്യം നടന്നിട്ട് ക്ഷേത്രത്തിന് വേണ്ടി പണിത് കൊടുത്തതാണെന്നാണ് പറയുന്നത്. എനിക്ക് ഇവിടെ ഒരാൾ പറഞ്ഞതാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അവർക്കും കറക്റ്റായിട്ട് അറിയില്ല. ആരും പറഞ്ഞത് കേട്ടതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഈ അന്നദാന മണ്ഡപത്തിൻ്റെ മേലത്തെ നിലയിൽ കലാക്ഷേത്രമാണ് കേട്ടോ. പാട്ട്, ഡാൻസ് ഒക്കെ. ഇതൊരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇവരാരും മരിച്ചിട്ട് ഇന്ന് ഇവിടെ വെളിച്ചപ്പാടില്ല എന്നാണ് പറയുന്നത്. എല്ലാ ജാതിക്കാരും ഉണ്ട് കേട്ടോ ഇവിടെ. മുസ്ലിങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. മുസ്ലിങ്ങൾ വരുന്നുണ്ട്, ക്രിസ്ത്യൻസ് ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് വേറെ സ്ഥലമാണ്. അമ്പലത്തിലേക്ക് കടക്കില്ല. അവർക്ക് വേറെ സ്ഥലത്ത് ഇവിടെ ഇങ്ങനത്തെ വെളിച്ചപ്പാട് അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക.
ഒരു ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളൂ കേട്ടോ, ഞായറാഴ്ച മാത്രം. സമയം തന്നെ ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു വിശാലമായ ഒരു അന്നദാന മണ്ഡപമാണ് കേട്ടോ. നല്ല ഫുഡാണ് കേട്ടോ ഇവിടെ, നല്ല ചൂടുള്ള ഭക്ഷണമാണ് കേട്ടോ. നമുക്ക് 1:30 ബസ്സിന് പോകാനുള്ളതാണ്. ഇന്ന് സ്വതവേ തിരക്ക് കുറവാണ് കേട്ടോ, നല്ല തിരക്കുള്ള ഒരു അമ്പലമാണ്. ഞായറാഴ്ച ഞങ്ങളൊരു പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയായിരുന്നേ, അപ്പം ഞങ്ങൾ വിചാരിച്ചു ആള് കുറവായിരിക്കുന്നു. പക്ഷെ നല്ല ആളാണ് കേട്ടോ, ആർക്കും മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല. പോവാണ്, ഞങ്ങൾക്ക് ബസ്സുണ്ട് 1:30. ഞങ്ങൾക്ക് 1:30 ബസ്സുണ്ട്, ഞങ്ങൾ പോവാണ്. ഇതാണ് കൗണ്ടർ, നമുക്ക് ഷീട്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഇതാണ് അന്യമതസ്ഥര സ്ഥലം, അവരിവിടെയാണ് ഇരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ പറയാൻ. അവിടെയാണ് അന്യമതസ്ഥർ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്ന, അവിടെ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ബസ്സുണ്ട് 1:30, ഞങ്ങൾ പോയി നോക്കട്ടെ കിട്ടുമോയെന്നറിയില്ല.